ഇതിപ്പോ സാറിന് കിട്ടിയൊരു അവാർഡ് പോലെയാണ് സാറേ. കാരണം എന്താ വെച്ചാല് ഇഷാന് ഒരുപാട് നന്നായിട്ട് വരയ്ക്കാൻ അറിയണ, അല്ലെങ്കിൽ അതിനോടൊരു അങ്ങനെ ഒരു താല്പര്യത്തിൽ ഇരുത്തിയതല്ല ഓൺലൈൻ ക്ലാസ്സിൽ. അവനൊന്ന് ഒരു ഇരുത്തം വരാ, പിന്നെ ഒന്നൊരു ഡെവലപ്മെന്റ് എന്നുള്ള രീതിയിൽ ഇരുത്തിയതാ. അപ്പൊ സാറ് പറയുന്നത് ആ കളർ ചെയ്യണ ആ രീതിയൊക്കെ അവന് നന്നായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. അവന്റെ ക്ലാസ്സിൽ ഇതിലും നന്നായിട്ട് കളർ ചെയ്യണ വരയ്ക്കണ കുട്ടികളുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ട് അവനിങ്ങനെ ഒരു ഇത് സമ്മാനം കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ആ ക്ലാസ്സിന്റെ ഒരു ഗുണം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. അത് മാത്രം പറയാൻ പറ്റില്ല, സാറാ ക്ലാസ് എടുക്കുന്ന രീതിയും അതുപോലെ തന്നെയാണ്. അത് കാരണം കൊണ്ടാണ് അത് അവനങ്ങനെ കിട്ടിയത്. ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഒരു കാര്യം മാത്രം കണ്ടിട്ട് ഇങ്ങനെ പൊക്കി പറയുന്നതൊന്നല്ല. ഇതിപ്പോ കുറച്ച് കുട്ടികളെങ്കിലും ഇങ്ങനെ സാറിന്റെ മുമ്പിൽ അവിടെ വരുന്നുണ്ടാവില്ലേ, അപ്പൊ ആ കുട്ടികൾക്ക് എല്ലാവിധ ഡെവലപ്മെന്റ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഓരോ ആക്ടിവിറ്റീസും വെറുതെ ഇങ്ങനെ വരയ്ക്കുക മാത്രല്ല, അങ്ങനെ എല്ലാം ചെയ്യണ കാണുമ്പോൾ ഒരു നല്ലൊരു പാരന്റിങ്, നല്ലൊരു ടീച്ചർ, അങ്ങനെയൊക്കെ ഉള്ള ഒരേ ഗുണങ്ങൾ അങ്ങനെ അത് കണ്ടിട്ട് പറയാണ്ടിരിക്കാൻ വയ്യ. അത് കാരണം കൊണ്ട് ഇങ്ങനെ വെറുതെ പൊക്കി പറയുന്നതല്ല. ഇപ്പൊ ഇഷാൻ അവിടെയായിരുന്നു, ആ ഒരു ലൊക്കാലിറ്റിയിലായിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അവിടെ വിടുമായിരുന്നു. ഇതിപ്പോ ഇങ്ങനെ ഡിസ്റ്റൻസ് ആയതുകൊണ്ട് പറ്റാത്ത കാരണം കൊണ്ടാ. ഇപ്പൊ കുട്ടികൾക്ക് വേണ്ടതും അങ്ങനെയൊക്കെയുള്ളൊരു ഇതാണ്, സാഹചര്യങ്ങളാണ്. അപ്പൊ അത് അതിങ്ങനെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇത്തിരിയെങ്കിലും ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാണ്ട പറയാണ്ടിരിക്കാൻ പറ്റണില്ല. അത് കാരണം കൊണ്ട് പറയുന്നതാ, ആത്മാർത്ഥമായിട്ട് പറയുന്നതാ. ആ ഒരു ശ്രമത്തിന് ആണ് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്.